തെറ്റിയോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. നമ്മളിപ്പോൾ പോകുന്നത് കൊറിയാത്ത് ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ആ പോകുന്ന വഴിയിലെ കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അമറാത്ത് മല കയറി ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നൊരു സംഭവമാണ് മലകൾ. ഒമാനിൽ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് മലകൾ കാണാനായിട്ട് പറ്റും. ആ മലകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കടൽ നീങ്ങിപ്പോയിട്ടാണ് ഒമാൻ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അത് ഇവിടുത്തെ മലകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ വെള്ളത്തിൻ്റെ അടിയിലുള്ള മലകളൊക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ കാണുന്ന ഓരോ മലകളും നമുക്ക്. അവിടെ വരെ എത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സമ്മതിക്കലില്ലേ വയറ്, അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തി കുറച്ച് ചായക്കടകളെ കഥ പറഞ്ഞു പോണേൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു കേട്ടോ. നമുക്ക് മസ്കറ്റിൽ നിന്ന് 1.25 മണിക്കൂറാണ് കൊറിയാത്ത് ഡാമിലോട്ട്. അത് ചിലപ്പോൾ ബ്ലോക്കൊക്കെ അനുസരിച്ച് 2 മണിക്കൂർ വരെയൊക്കെ ആവാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഒരു ഉച്ച ടൈമിലാണ്, 12:30-1 മണി സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോകുന്ന വഴിക്ക് വിശപ്പിൻ്റെ വിളി സഹിക്കാൻ പറ്റാണ്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഇനി യാത്ര തുടരാം എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ തന്നെയാണ്. കൊറിയാത്ത് ഡാം എത്താറാകുമ്പോൾ അവിടേക്കുള്ള വഴികളും നല്ല രസമാണ്. പിന്നെ ഈ ഭാഗത്ത് കുറേ ഡോങ്കീസിനെ നമുക്ക് കാണാനായിട്ട് പറ്റുണ്ടോ. ഞാൻ നിങ്ങൾക്ക് ഈ വഴിയിൽ കാണിച്ചു തരുന്നുണ്ട് ഡോങ്കീസിനെ. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. She puts her hand in mine. We wanna chase the night. 300 meters, turn right. അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഡാമിൻ്റെ ഇവിടേക്ക് കയറുന്ന വഴി എന്നെ കാണാനായിട്ട് നല്ല രസമാണ്. 2 സൈഡിലും കുറേ ബുഷ് പോലത്തെ നല്ല ഡെക്കറേഷൻ ചെടികളും പനകളും ഒക്കെ വെച്ചിട്ട്. ഇവിടെ കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങോട്ട് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ 1 റിയാൽ എൻട്രി ഫീ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇവരെല്ലാവരും മുമ്പ് ഇവിടെ എത്തിയിട്ടുള്ള ടീംസാണ്. അപ്പോൾ അന്നൊന്നും എൻട്രി ഫീ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എൻട്രി ഫീ ഒക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഈ സ്റ്റെപ്പുകളിൽ കൂടെയൊക്കെ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടെ നിന്ന് ഡാം കാണാനായിട്ട് പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും, തണുപ്പ് തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ എത്തിയ ടൈം അനുസരിച്ച് നമ്മൾ വിചാരിച്ചു നേരെ കറക്റ്റ് ഡാമിൻ്റെ വ്യൂ പോയിന്റിലോട്ട് പോയിട്ട് ആ വ്യൂ കാണാം. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാഴ്ചകളും കാണാമെന്ന്. അങ്ങനെ നമ്മളിത് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊറിയാത്ത് ഡാം. വെൽക്കം ബാക്ക് ടു കെ പരിവാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊറിയാത്ത് ഡാമിലാണ്. ഞങ്ങളിതേ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലോട്ട് പോകാൻ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഇതേ അതിൻ്റെ ഇതിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു. ഭയങ്കര വലുതായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊന്നല്ല കേട്ടോ. ഈ ഒരു ഐറ്റമാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൽ കയറാനായിട്ട് അവർ ചാർജ് ചെയ്യുന്നത് 1 റിയാലാണ്. ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ 1 റിയാൽ എൻട്രി ഫീ ഉണ്ട്. പോരാത്തതിന് കുട്ടികൾക്ക് ഈ ഒരു
ഇതിന് മാത്രം കയറണമെങ്കിൽ നമ്മൾ 1 റിയാൽ എക്സ്ട്രാ കൊടുക്കണം. നമ്മൾ പറയുന്നതിന് മുന്നേ കുട്ടികളെ വലിഞ്ഞ് കയറിയതുകൊണ്ട് നമുക്ക് കാശ് കൊടുക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇതിൻ്റെ മേലെ കയറിയിട്ട് ഡാമിൻ്റെ വ്യൂ കാണാൻ പറ്റില്ല എന്നറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ആദ്യം പോയിട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ളവർക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടന്റെ ഗാബിൻ ബോക്സ് ചേട്ടൻ ചേട്ടന്റെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന കമ്പിയിലേ അത് കറക്റ്റ് തന്നെയാണോന്ന് നോക്കണ്. ഈ മുള്ളുവേലി ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് പണി. ആ മുള്ളുവേലിയാണ് ഈ കിടക്കുന്നത്. ഈ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞൊരു കോഫി ഷോപ്പാണ് കേട്ടോ. അതിന്റെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഡാമിന് നല്ല കിഡിലൻ വ്യൂ ഉണ്ട്. അതാണ് ഈ കാണുന്ന വ്യൂ. ഓ, ഇതിന്റെ മേലെത്തിയപ്പോ സംഭവം കിഡിലായിരുന്നു കേട്ടോ. സുഹൃത്തുക്കളെ ഈ മനോഹര ദൃശ്യം നോക്കൂ. ഇവിടെ കേറുമ്പോൾ നല്ല കോപ്പിക്കൊണ്ട് ഇവിടെ കാപ്പിക്കോ. പണ്ടൊക്കെ യുദ്ധത്തിനാ പോയിരുന്നത് കോഴ്സിൽ. ഇപ്പൊ വേസ്റ്റ് പറഞ്ഞാണ് ഇവിടെ കോഴ്സിൽ പോണത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് കൊറിയാത്ത ഡാം കണ്ടു. ഇവിടുത്തെ പാക്കപ്പ് ആണ് നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാ. ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കേണ്ട സമയം 5 മണി. ഇപ്പോൾ ശരിക്കും നല്ല രീതിക്ക് വിശന്നു കേട്ടോ. അപ്പം നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഈ ഡാമിന്റെ താഴ്ഭാഗത്ത് ഇരിക്കാൻ നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വീടിന്റെ അടുക്കള പുറത്തുകൂടെയാണ് നമ്മൾ അതെ അതവരടുക്കള. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. നമ്മൾ ശബരിമല വ്രതം തുടങ്ങിയതായിരുന്നു. ഞാനിതിന് മുമ്പുള്ള വ്ളോഗിലും ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സും നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വെജിറ്റേറിയനിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ നിന്ന് വെജിറ്റേറിയൻ ഫുഡ്സ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു, ഓരോരോ ഐറ്റംസ്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിരുന്ന് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ശബരിമല വ്രതമായതുകൊണ്ട് നമുക്ക് പുറത്ത് ഹോട്ടലിൽ നിന്ന് നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കാനും പറ്റില്ല. ഇവർ നോൺ വെജ് കൊണ്ടുവന്നാലും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടല്ല കേട്ടോ, അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിക്കാം എന്ന്. അപ്പോൾ ഒരു വെറൈറ്റി ആയിരുന്നു. നമ്മൾ എപ്പോൾ പുറത്ത് പോകുമ്പോഴും ഈ നോൺ വെജ് കഴിക്കാറുള്ളൂ. പക്ഷേ ഇതൊരു വേറെ ടേസ്റ്റ് തന്നെയായിരുന്നു. കുറേ വെജിറ്റേറിയൻ, അത്രയും വെജിറ്റേറിയനിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ കുറച്ച് പേര് വെജിറ്റേറിയൻ ആയപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് വെജിറ്റേറിയനായി ഇങ്ങനെ മാറി ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ പുറത്ത് പോകുന്നതും കഴിക്കുന്നതും ഒന്നിച്ച് കൂടുന്നതും അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ള ഏറ്റവും വലിയ സന്തോഷം.
സ്പോൺസർ ചെയ്യുന്നതാണ് തണുപ്പ് തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇവിടെ ഇരുട്ടാവും. അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ആശംസ് ബ്രോഡിയും സജിൻ ബ്രോഡിയും കപ്പിൾസ് ആയിട്ടുള്ള അവരുടെ കപ്പിൾ ഡാൻസർ കൂടെ ഇവിടുത്തെ പരിപാടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. വീട്ടിലോട്ട് പോകാൻ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേറൊരു നല്ല സ്പോട്ട് നോക്കിയിട്ട് അവിടെ കുറച്ചു നേരം ചില്ല് ചെയ്യാമെന്ന് വിനീഷ് ബ്രോ പറഞ്ഞു. അങ്ങനെ വിനീഷ് ബ്രോ നമ്മൾ അവിടെ സാരഥിയായിട്ട് വഴി നയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് നടന്നത് നിങ്ങളൊന്ന് കണ്ടോക്ക്. വിനീഷ് ബ്രോയ്ക്ക് വഴി അറിയാമെന്ന് വിചാരിച്ച് പിന്നാലെ വന്ന ഞങ്ങൾ 3 വണ്ടികളും ഒരേ സമയം വണ്ടി വളയ്ക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ വേറെ സ്പോട്ടൊന്നും കിട്ടാണ്ടായപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ നിർത്തി വർത്താനം പറഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ആരുടെങ്കിലും വീട്ടിലോട്ട് പോവാം എന്ന പ്ലാനോടുകൂടെ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. നോർമലി നമ്മൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നതായിരുന്നു അത്. അപ്പം നമ്മളുടെ കൊറിയാത്ത ഡാമിലെ വിശേഷങ്ങളും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.